ഹലോ ഓൾ. അപ്പോൾ നമ്മള് എല്ലാവരെയും അടുത്തൊരു പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ബേസ്ഡ് ഓൺ മൊഡ്യൂൾ 7 ഓഫ് HSST കോമേഴ്സ്, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ്. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മുടെ HSST കൊമേഴ്സ് എക്സാമില് 7 മാർക്കോളം നമുക്ക് ഉറപ്പു തരുന്ന ഒരു മൊഡ്യൂളാണ് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ്. ആ മൊഡ്യൂളിൽ നിന്നും ഏറ്റവും ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കും എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ സെക്ഷനില്. അപ്പൊ നമ്മുടെ ആസ്പിറൻസിനെല്ലാം തന്നെ ആ 7 മാർക്കും കിട്ടട്ടെ, നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ലാതെ 7 മാർക്ക് മുഴുവനായിട്ട് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷനിലോട്ട് മൂവ് ചെയ്യാം. നമ്മുടെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്, ഇന്റർനാഷണൽ ബിസിനസിന്റെ. എന്റെ പേര് ആര്യ, നമ്മുടെ ടോസ് അക്കാഡമിയുടെ ഫാക്കൽറ്റി ആണ്. ഇപ്പൊ ടോസ് അക്കാഡമിയെ പറ്റി ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നറിയാം. നമ്മുടെ HSST കൊമേഴ്സ് പോലുള്ള ടീച്ചിങ് എക്സാംസിന് നമ്മൾ ആസ്പിറൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ടോസ് അക്കാഡമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഓരോ സെക്ഷനിലും നമുക്ക് കവർ ചെയ്യാൻ പോകുന്ന ഓരോന്നിലും നമ്മൾ പറയാൻ പോകുന്ന ആ ക്വസ്റ്റ്യൻ, അതിന്റെ ഓപ്ഷൻസ്, അതിന്റെ റൈറ്റ് ആൻസർ പറഞ്ഞു തരുന്നുണ്ട്. അതിനോടൊപ്പം എന്തുകൊണ്ടാണ് റൈറ്റ് ആൻസർ ആയി എന്ന് പറയുന്ന എക്സ്പ്ലനേഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ സെക്ഷനില് നമ്മൾ ആദ്യമായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. 2 ലിസ്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കുറച്ച് പ്രപ്പോണൻസിന്റെ പേരും ഇയറും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലിസ്റ്റ് 2 എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് എല്ലാവർക്കും അറിയാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇത് നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിനെ ഗവേൺ ചെയ്യുന്ന തിയറീസ് ആണ്. അപ്പൊ നമുക്ക് ഓരോ തിയറിയുടെ പ്രപ്പോണന്റ് ആരാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാം. ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് ഡേവിഡ് റിക്കാർഡോ ആണ്. ഡേവിഡ് റിക്കാർഡോ 1870 കൊണ്ടുവന്ന തിയറി ഏതാ? ഡേവിഡ് റിക്കാർഡോയുടെ തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ്. തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പൊ ഡേവിഡ് റിക്കാർഡോ എ എന്ന് പറയുന്നത് 3 വരും. നെക്സ്റ്റ് മൈക്കിൾ പോർട്ടർ. മൈക്കിൾ പോർട്ടറിന്റെ തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ആണ്, അതായത് B4 വരും. ആദം സ്മിത്ത് 1776 കൊണ്ടുവന്നത് തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ്, C1. ആൻഡ് ഡി ഹെക്ഷർ ആൻഡ് ഒക്കിലിൻ കൊണ്ടുവന്ന തിയറി എന്ന് പറയുന്നത് ഏതാണ്? ഫാക്ടർ എൻഡോമെന്റ് തിയറി, B2. ഇത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. അപ്പൊ ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ തിയറിയും ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തേത് നമ്മുടെ ഡേവിഡ് റിക്കാർഡോയുടെ തിയറിയാണ്, തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ് 1870 അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പൊ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൺട്രിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ മറ്റ് കൺട്രിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുകയും, അതുപോലെ തന്നെ മറ്റ് കൺട്രിക്ക് പ്രൊഡക്റ്റീവായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൺട്രിയെക്കാട്ടിയും കോസ്റ്റ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ആ തിയറിയാണ് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഇവിടെ റിലേറ്റീവ് പ്രൊഡക്ടിവിറ്റി ഡിഫറൻസിന്റെ ബേസിസിലും അതുപോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ബേസിസിലുമാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പോകുന്നത്. ഓക്കെ, അടുത്ത ഹെക്ഷർ ആൻഡ് ഒഹിലിൻ തിയറിയാണ്. ഹെക്ഷർ ആൻഡ് ഒഹിലിൻ കൊണ്ടുവന്ന തിയറിയാണ് ഫാക്ടർ എൻഡോമെന്റ് തിയറി. ഫാക്ടർ എൻഡോമെന്റ് തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, പോലെ നാച്ചുറൽ റിസോഴ്സസ്, അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജിൽ കിട്ടുന്ന ഫാക്ടേഴ്സ്, ഇപ്പൊ ലാൻഡ് ആണോ നമ്മുടെ നാട്ടിൽ അബണ്ടന്റ് ആയിട്ട് കിട്ടുന്ന, ലേബർ ആണോ, അതിന്റെ ബേസിസിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ് ഫാക്ടർ എൻഡോമെന്റ് തിയറി എന്ന് പറയുന്നത്. നമുക്ക് അബണ്ടന്റ് ആയിട്ടുള്ളതിനെ നമുക്ക് വച്ചിട്ട് നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ നടത്താം, നമുക്ക് ഇല്ലാത്തത് നമുക്ക് മറ്റു കൺട്രിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാം. അതാണ് നമ്മുടെ ഫാക്ടർ എൻഡോമെന്റ് തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ മൈക്കിൾ പോർട്ടറിന്റെ തിയറിയാണ്. മൈക്കിൾ പോർട്ടർ നമുക്ക് 4 ഫാക്ടേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കോമ്പറ്റേറ്റീവ് സുപ്പീരിയാരിറ്റി, നമ്മൾ മറ്റ് റൈവൽ ഫേംസിൽ നിന്നും നമുക്ക് കുറച്ചുകൂടെ കോമ്പറ്റേറ്റിവിറ്റി കിട്ടാനായിട്ട് 4 ഫാക്ടേഴ്സ് ആണ് മൈക്കിൾ പോർട്ടർ
നമ്മുടെ 1900 കൊണ്ടുവന്ന തിയറി എന്ന് പറയുന്നത്. അതായത് ഫാക്ടർ എൻഡോവ്മെന്റ് ആണ്. നമ്മുടെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുക. ദെൻ റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസ് നോക്കുക. അവരുണ്ടെങ്കിലേ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഡിമാൻഡ് കണ്ടീഷൻസ്, മാർക്കറ്റിലെ ഡിമാൻഡ് കണ്ടീഷൻസ്, അതുപോലെ ഫേമിന്റെ സ്ട്രാറ്റജി, സ്ട്രക്ചർ, റൈവലറി. 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫാക്ടർ എൻഡോവ്മെന്റ്, റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസ്, ഡിമാൻഡ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ ഫേം സ്ട്രാറ്റജി, സ്ട്രക്ചർ, റൈവലറി. അപ്പൊ ഈ 4 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് മൈക്കിൾ പോർട്ടറിന്റെ തിയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തിയറിയെ നമ്മൾ പോർട്ടേഴ്സ് ഡയമണ്ട് എന്ന് പറയാറുണ്ട്. ലാസ്റ്റ് വൺ എന്ന് പറയുന്ന ആദം സ്മിത്തിന്റെ ആണ്. ആദം സ്മിത്ത് 1776 കൊണ്ടുവന്നതാണ് നമ്മുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി. അവിടെ നമ്മൾ 2 കൺട്രീസ് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ തിയറിയും പോകുന്നത്. അതായത് ഒരു കൺട്രിയിൽ നമുക്ക് ഏറ്റവും ലെസ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് മറ്റൊരു കൺട്രിയെക്കാട്ടി നമുക്ക് എത്രത്തോളം കോസ്റ്റ് കുറച്ചൊരു കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. അതായത് ഇപ്പൊ നമുക്ക് ലേബർ കൂടുതൽ കാണും ചിലപ്പോൾ. അപ്പോൾ നല്ല സ്പെഷ്യലൈസ്ഡ് ലേബർ നമുക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റു കൺട്രിയിൽ ലേബർ ഉണ്ടാകണമെന്നില്ല. അപ്പൊ നമുക്ക് എവിടെയാണോ ലെസ് കോസ്റ്റിൽ ചീപ്പ് ലേബറിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് മറ്റു കൺട്രിയെ കാട്ടിയും അവിടെ നമ്മൾ ട്രേഡ് നടത്തിയിട്ട് അത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. മറ്റു കൺട്രിയിൽ ഏതാണോ അവർക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കിട്ടുന്നത് അതിനെ വെച്ചിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് നടത്തും. ഇപ്പൊ ചില കൺട്രിയിൽ ക്ലൈമറ്റ്, കോക്കനട്ടിനൊക്കെ പറ്റിയ ക്ലൈമറ്റ് ആണ് ഇന്ത്യയിൽ. അപ്പൊ ക്ലൈമറ്റിനെ ബേസ് ചെയ്ത് അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവിടെ നാച്ചുറൽ അഡ്വാൻറ്റേജും നമ്മുടെ സ്പെഷ്യലൈസേഷനും സ്കിൽഡ് ലേബറിന്റെ ഒക്കെ ബേസിസിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൺട്രീസ് തമ്മിൽ ട്രേഡ് നടത്തുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദം സ്മിത്ത് കൊണ്ടുവന്ന തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഡേവിഡ് റിക്കാർഡോയുടെ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഹെക്ഷർ ആൻഡ് ഒഹ്ലിന്റെ തിയറി ഫാക്ടർ എൻഡോവ്മെന്റ് തിയറി, പോർട്ടറിന്റേത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, ആദം സ്മിത്തിന്റേത് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി. ഇതിൽ പറഞ്ഞിരിക്കുന്ന 4 തിയറിയെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിൽ പെടാത്ത തിയറീസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ IBRD യെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following is not the funding object of IBRD? IBRD നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. IBRDയുടെ ഫണ്ടിങ് ഒബ്ജക്റ്റീവിൽ പെടാത്തത്, IBRD ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് ആ ഒരു പറയുന്ന ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടായിരിക്കും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ പെടാത്ത ഫണ്ടിങ് ഒബ്ജക്റ്റീവ് ഏതെന്നാണുള്ളത് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. First one, to provide the fund borrowers at the possible lowest cost through manipulating the currency mix. ബൊറോവേഴ്സിന് ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റിൽ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ്? കറൻസി മിക്സ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട്. അത് ഒരു ഒബ്ജക്റ്റീവ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത്, ടു പ്രൊവൈഡ് ഷോർട്ട് ടേം അസിസ്റ്റൻസ് ടു കറക്റ്റ് ദി ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്വിലിബ്രിയം ഓഫ് മെമ്പർ കൺട്രീസ്. ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാനായിട്ട് മെമ്പർ കൺട്രീസിന് ഷോർട്ട് ടേം അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തത്, ടു പ്രൊവൈഡ് ആൻ അപ്രോപ്രിയേറ്റ് ഡിഗ്രി ഓഫ് മെച്യൂരിറ്റി ട്രാൻസ്ഫോർമേഷൻ ബിറ്റ്വീൻ ബോറോയിങ് ആൻഡ് ലെൻഡിങ്. അതായത് ബോറോയിങ്ങിനും ലെൻഡിങ്ങിനും ഒരു മെച്യൂരിറ്റി ആയിട്ട് ഒരു കറക്റ്റ് ഒരു ഡിഗ്രി മെച്യൂരിറ്റി ട്രാൻസ്ഫോർമേഷൻസ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുമെന്നാണ് സി ഓപ്ഷനിൽ പറയുന്നത്. അടുത്ത ഡിയിൽ, ടു മേക്ക് ഷുവർ ഓഫ് ദി അവൈലബിലിറ്റി ഓഫ് ഫണ്ട് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഫണ്ടിന്റെ അവൈലബിലിറ്റി എപ്പോഴും ഉറപ്പുവരും. ഈ 4 എണ്ണമാണ് ഫണ്ടിങ് ഒബ്ജക്റ്റീവ്. അപ്പൊ ഇതിൽ ഫണ്ടിങ് ഒബ്ജക്റ്റീവിൽ പെടാത്തത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ടു പ്രൊവൈഡ് ഷോർട്ട് ടേം അസിസ്റ്റൻസ് ടു കറക്റ്റ് ദി ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്വിലിബ്രിയം ഓഫ് മെമ്പർ കൺട്രീസ്. മെമ്പർ കൺട്രീസിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാനായിട്ട് IBRD ഷോർട്ട് ടേം അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഫണ്ടിങ് ഒബ്ജക്റ്റീവിൽ പെടില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ള കാരണം നമുക്ക് നോക്കാം. നമ്മുടെ IBRDയുടെ ഫണ്ടിങ് ഒബ്ജക്റ്റീവ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. IBRDയുടെ ഫണ്ടിങ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുള്ളത് 4 എണ്ണം. ഈ പറയുന്ന 4 എണ്ണമാണ് നമ്മുടെ ഫണ്ടിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്.
അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു മേക്ക് ഷുവർ ദ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ പറഞ്ഞതായിരുന്നു, അങ്ങനെ ഒരു ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഫണ്ടുകളുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. അത് IBRDയുടെ ഫണ്ടിങ് ഒബ്ജക്റ്റീവിൽ പെടുന്നതാണ്. അത് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തത്, ടു പ്രൊവൈഡ് ഫണ്ട്സ് ടു ദ ബോറോവേഴ്സ് അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ് പോസിബിൾ ത്രൂ ദി മാനിപ്പുലേറ്റിംഗ് ദ കറൻസി മിക്സ് ഓപ്റ്റിംഗ് ദ ടൈം വെൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ മാർക്കറ്റ് ഈസ് ലോ. ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റില് കറൻസി മീൻസ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ബോറോവേഴ്സിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആയിരിക്കുന്ന സമയത്തായിരിക്കും അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതും ഫണ്ടിങ് ഒബ്ജക്റ്റീവിൽ പെടുന്നതാണ്. രണ്ടാമത്തത്, ടു കൺട്രോൾ വോളറ്റാലിറ്റി ഇൻ നെറ്റ് ഇൻകം ആൻഡ് ഓവറോൾ ചാർജസ് ഓഫ് ദ ലോൺ. നെറ്റ് ഇൻകത്തിന്റെ വോളറ്റാലിറ്റി കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ലോണിന്റെ ചാർജുകൾ കൺട്രോൾ ചെയ്യുന്നു. നമ്മുടെ ഓപ്ഷനിൽ ഇല്ല, പക്ഷെ നമ്മുടെ IBRDയുടെ ഫണ്ടിങ് ഒബ്ജക്റ്റീവിൽ ഒന്ന് അതാണ്. നാലാമത്തത്, ടു പ്രൊവൈഡ് an appropriate degree of maturity transformation between the borrowings and lending. അല്ലെ, നമുക്കൊരു അപ്രോപ്രിയേറ്റ് ഡിഗ്രി ഓഫ് മെച്യൂരിറ്റി ട്രാൻസ്ഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഫണ്ടിങ് ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഉണ്ടായിരുന്നത്, ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻസിൽ ഒന്ന് ഇതാണ്, 2 ഇതാണ്, 3 ഇതാണ്. അപ്പൊ ഇല്ലായിരുന്ന ഒന്നാണ് നമ്മൾ അവിടെ ആൻസർ ആയിട്ട് കറക്റ്റ് ചെയ്യുന്നത്. ഫണ്ടിങ് ഒബ്ജക്റ്റീവിൽ പെടാതിരുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. ഏതാണ്? ഷോർട്ട് ടേം അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാനായിട്ട് ഫണ്ടിങ് ഒബ്ജക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ 4 ഫണ്ടിങ് ഒബ്ജക്റ്റിൽ പെടാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അത് ആൻസർ ആയിട്ട് വന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ IMF ആണ് ഷോർട്ട് ടേം അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാനായിട്ട് ഷോർട്ട് ടേം അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ IMF ആണ്. അതേസമയം നമ്മുടെ IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലോങ് ടേം അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ മെമ്പർ കൺട്രീസിന്റെ എക്കണോമീസിൽ വരുന്ന ഈ റീകൺസ്ട്രക്ഷനൊക്കെ വേണ്ടി, ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് വരുന്ന ലോങ് അസിസ്റ്റൻസ് ആണ് നമ്മുടെ IBRD പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതും നോക്കിയാൽ തന്നെ നമുക്കറിയാം നമ്മുടെ ഷോർട്ട് ടേം അസിസ്റ്റൻസ് എന്ന് പറയുന്നത് റോങ് ആണ്. ക്ലിയർ ആണല്ലോ? തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ അപ്രോച്ചുകളെ പറ്റിയിട്ടാണ്. ദ കമ്പനീസ് എസ്റ്റാബ്ലിഷ് എ ഫോറിൻ സബ്സിഡറി ആൻഡ് എംപവർ ഇറ്റ്സ് എക്സിക്യൂട്ടീവ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ. കമ്പനി പുറത്ത്, നമ്മുടെ ഹോം കൺട്രിയിൽ നിന്ന് പുറത്ത് ഫോറിൻ കൺട്രിയിൽ ഒരു സബ്സിഡറി എസ്റ്റാബ്ലിഷ് ചെയ്യുകയും എക്സിക്യൂട്ടീവ്സിനെ എംപവർ ചെയ്യുകയും ചെയ്യുന്നത് ഏത് അപ്രോച്ച് ആണെന്നാണ്? പോളിസെൻട്രിക് അപ്രോച്ച് ആണോ, എത്തനോസെൻട്രിക് അപ്രോച്ച് ആണോ, റീജിയോസെൻട്രിക് ആണോ, അതോ ജിയോസെൻട്രിക് ആണോ എന്നാണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പോളിസെൻട്രിക് അപ്രോച്ച് ആണ്. അപ്പൊ നമുക്ക് അത് എന്തുകൊണ്ടാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ എത്തനോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ആണ് ഡൊമസ്റ്റിക് മാർക്കറ്റിലോട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള അതേ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ഫോറിൻ മാർക്കറ്റിലോട്ട് കൊടുക്കുന്നത്. ഒരു എക്സ്റ്റൻഷൻ ആണ്, പക്ഷെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെയാണ്. അതാണ് എത്തനോസെൻട്രിക്. അത് പോളിസെൻട്രിക് വരുമ്പോൾ നമ്മളൊരു ഫോറിൻ സബ്സിഡറി അവിടെ കൊണ്ടുവരികയും ഇവിടെ നിന്ന് ഒരു കീ പേഴ്സണലിനെ, ഹോം കൺട്രിയിൽ നിന്നൊരു കീ പേഴ്സണലിനെ അപ്പോയിന്റ് ചെയ്യുകയും ബാക്കിയുള്ളവരൊക്കെ ആ കൺട്രിയിലുള്ളവരായിരിക്കും. റീജിയോസെൻട്രിക്കില് നമ്മൾ ഫോറിൻ സബ്സിഡറി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിന് ചുറ്റുമുള്ള നെയ്ബർ കൺട്രീസ്, അതിന് ചുറ്റുമുള്ള ഒരു റീജിയനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ് നടപ്പിലാക്കുകയും ചെയ്യും. ഇപ്പൊ ഏഷ്യ എന്ന് പറയുന്ന ഒരു റീജിയനിലെ മൊത്തം കൺട്രീസിലും നമ്മൾ അത് അവിടെ നടപ്പിലാക്കുന്നു. അടുത്ത ജിയോസെൻട്രിക്ക് വരുമ്പോൾ മൊത്തം ഒരു എൻറ്റയർ വേൾഡ് ആസ് എ സിംഗിൾ കൺട്രി എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് ഏത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം? പോളിസെൻട്രിക്ക് തന്നെയാണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണല്ലോ? അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 4 എപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മുടെ എക്കണോമിക് ഇന്റഗ്രേഷൻ. എക്കണോമിക് ഇന്റഗ്രേഷന്റെ ബേസിൽ ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നിട്ടുള്ളവയെ നമുക്ക് അറേഞ്ച് ചെയ്യണം. തന്നിട്ടുള്ളത് ഫ്രീ ട്രേഡ് ഏരിയ, എക്കണോമിക് യൂണിയൻ, കസ്റ്റംസ് യൂണിയൻ, പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്, കോമൺ മാർക്കറ്റ് ആണ്. അപ്പം ഏറ്റവും കുറവ് വരുന്നത് നമ്മുടെ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റിലാണ് ഇന്റഗ്രേഷൻ കുറവ്. പിന്നെ നമ്മുടെ ഫ്രീ ട്രേഡ് ഏരിയ, ദെൻ കസ്റ്റംസ് യൂണിയൻ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോമൺ മാർക്കറ്റ് വരുന്നത്. കോമൺ മാർക്കറ്റിന് ശേഷമാണ് എക്കണോമിക് യൂണിയൻ. എക്കണോമിക് യൂണിയനിലാണ് ഏറ്റവും കൂടുതൽ ഇന്റഗ്രേഷൻ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ
ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, അതായത് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്, ദെൻ ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ് ആൻഡ് എക്കണോമിക് യൂണിയൻ എന്തുകൊണ്ടാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ എക്കണോമിക് ഇന്റഗ്രേഷൻ ഏറ്റവും കൂടുതലിൽ നിന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എക്കണോമിക് യൂണിയന്, പിന്നെ കോമൺ മാർക്കറ്റിന്, പിന്നെ കസ്റ്റംസ് യൂണിയന്, ഏറ്റവും കുറവാണ് ഫ്രീ ട്രേഡ് ഏരിയയ്ക്ക്. അത് എന്തുകൊണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ഒരു 4 കണ്ടീഷൻസ് ഉണ്ട്. അതായത് ആദ്യത്തെ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൺട്രീസിന്, നമ്മളിപ്പോ ഫ്രീ ട്രേഡ് ഏരിയക്കകത്ത് വരുന്ന മെമ്പർ കൺട്രീസിന് എല്ലാ റെസ്ട്രിക്ഷൻസും, ട്രേഡിൽ വരുന്ന എല്ലാ റെസ്ട്രിക്ഷൻസും അബോളിഷ് ചെയ്യുകയും അവർക്ക് കൊടുക്കുന്ന താരിഫ് ഒന്നെങ്കിൽ ഫുള്ളായിട്ട് അബോളിഷ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ലോ റേറ്റില് താരിഫുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മാത്രമാണ് ഫ്രീ ട്രേഡ് ഏരിയയിൽ കിട്ടുന്നത്. പക്ഷെ നമ്മുടെ കസ്റ്റംസ് യൂണിയനിലോട്ട് വരുമ്പോൾ ഇതിനു പുറമെ ഈ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ട്രേഡ് റെസ്ട്രിക്ഷൻസ് അബോളിഷ് ചെയ്യുകയും ലോ റേറ്റ് ഓഫ് താരിഫുകൾ പ്രൊവൈഡ് ചെയ്യുകയും അതിനു പുറമെ അവർ ഈ മെമ്പർ കൺട്രീസിന് വേണ്ടിയിട്ട് ഒരു യൂണിഫോം കൊമേഴ്ഷ്യൽ പോളിസി അഡോപ്റ്റ് ചെയ്യുന്നു. അവർക്ക് ഈ നോൺ മെമ്പർ കൺട്രീസുമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട്, അതായത് മെമ്പർ കൺട്രീസുമായിട്ടും നോൺ മെമ്പർ കൺട്രീസുമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് അവരൊരു പ്രത്യേകം പോളിസി കൊണ്ടുവരികയാണ്. അത് നമുക്ക് ഏതിലാ കിട്ടുന്നത്? കസ്റ്റംസ് യൂണിയനിൽ ഈ എക്സ്ട്രാ ഒരു ബെനിഫിറ്റും കൂടെ നമുക്ക് കിട്ടുകയാണ്. അത് നമ്മൾ കോമൺ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഈ 2 കണ്ടീഷന് പുറമെ മൂന്നാമതായിട്ട് നമുക്ക് കിട്ടുന്നതാണ് they allow the free movement of human resources and capital among themselves. കോമൺ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സസും ക്യാപിറ്റലും ഫ്രീ ആയിട്ട് അതിന്റെ മൂവ്മെന്റ് അലോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എക്കണോമിക് യൂണിയനിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ 4 ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. നാലാമത്തെ എന്താണ്? they achieve uniformity in the monetary policy and physical policy among the member countries. മെമ്പർ കൺട്രീസിന് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രത്യേകം ഒരു മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഈ 4 എണ്ണവും വരുന്നത് ഒരുമിച്ച് കിട്ടുന്നത് നമുക്ക് എക്കണോമിക് യൂണിയനിലാണ്. അപ്പൊ ഏറ്റവും ഇന്റഗ്രേഷൻ കൂടുതൽ ഏതാണ്? എക്കണോമിക് യൂണിയനിലാണ്. പിന്നെ കോമൺ മാർക്കറ്റ്, പിന്നെ കസ്റ്റംസ് യൂണിയനിന് ഫ്രീ ട്രേഡ് ഏരിയ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇൻക്രീസിംഗ് ഓർഡർ വരുമ്പോൾ തിരിച്ചു വരും ഫ്രീ ട്രേഡ് ഏരിയ, then customs union, then common market, and the last one is the economic union. Okay. അടുത്ത 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാർജിങ് ലോ പ്രൈസ് ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ് ആൻഡ് ഹൈ പ്രൈസ് ഇൻ ദ ഹോം മാർക്കറ്റ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ലോ പ്രൈസും അതുപോലെ ഹോം മാർക്കറ്റിൽ ഹൈ പ്രൈസും ചാർജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നത്, നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ആ ഒരു ടേം എന്താണ് പറയുന്നത്? ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേറ്റിംഗ്, ദെൻ ഡംപിംഗ്, റിഗ്ഗിംഗ്, പെനിട്രേറ്റിംഗ്. അപ്പോൾ ഡിസ്ക്രിമിനേറ്റിംഗ് ഒരിക്കലും ആകത്തില്ല. അപ്പൊ ഡിസ്ക്രിമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അതായത് ചില രാജ്യങ്ങളെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില മാർക്കറ്റുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു ഇത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്കുള്ളത് ഡംപിംഗ് ആണോ, റിഗ്ഗിംഗ് ആണോ, പെനിട്രേറ്റിംഗ് ആണോ? അപ്പൊ ഇതിന്റെയൊക്കെ മീനിങ് നമുക്ക് മനസ്സിലാക്കുക. അതിനു മുന്നേ ഞാൻ പറയാം, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഡംപിംഗ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഡംപിംഗ് എന്ന് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഡംപിങ്ങിന്റെ ഡെഫിനിഷൻ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാബ്ലർ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡംപിങ്ങിനെ. സെയിൽ ഓഫ് ഗുഡ്സ് എബ്രോഡ് അറ്റ് എ പ്രൈസ് വിച്ച് ഇസ് ലോവർ ദാൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ സെയിം ഗുഡ്സ് അറ്റ് ദ സെയിം ടൈം ഇൻ ദ സെയിം സർക്കംസ്റ്റൻസസ് at home, taking account of difference in the transport cost. അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിലെ എബ്രോഡില് നമ്മുടെ ഈ സെയിം ഗുഡ്സ് സെയിം ടൈമില് സെയിം സർക്കംസ്റ്റൻസസിൽ നമ്മൾ നമ്മുടെ ഹോം കൺട്രിയിൽ വിൽക്കുന്നതിനെക്കാട്ടിയും കുറഞ്ഞ പ്രൈസിൽ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എബ്രോഡിൽ വിൽക്കുന്നതിനെയാണ് നമ്മൾ ഡംപിംഗ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ ആ ഒരു ഡിഫറൻസ് മാത്രം അവരെ എടുത്തുകൊണ്ട് ലോ പ്രൈസിന് നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കുന്നതിനെയാണ് നമ്മൾ ഡംപിംഗ് എന്ന് പറയുന്നത്. ഉറപ്പായിരിക്കും ഇത് തന്നെ ആൻസർ. നമുക്ക് ബാക്കിയുള്ള ടേമുകളും കൂടെ നോക്കാം. രണ്ടാമത്തത് മാർക്കറ്റ് പെനിട്രേഷൻ ആണ്. മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിസിനസ് ഗ്രോത്ത് സ്ട്രാറ്റജി where companies aim to increase their market share of existing products or services in the existing market. അതായത് ഒരു ബിസിനസ് ഗ്രോ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. അതായത് കമ്പനീസ് അവരുടെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ അവരുടെ കയ്യിലുള്ള
എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിന്റെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സർവീസസിന്റെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെയുള്ള, അതായത് അവർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റിന് മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് അവർ എടുക്കുന്ന സ്ട്രാറ്റജിയാണ് മാർക്കറ്റ് പെനിട്രേഷൻ. ഒരിക്കലും അവിടെ ഇന്റർനാഷണൽ മാർക്കറ്റ്, ഹോം മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷനെ പറ്റിയിട്ടൊന്നും അവർ പറയുന്നില്ല. ഒരിക്കലും മാർക്കറ്റ് പെനിട്രേഷൻ അല്ല. അടുത്തതായിട്ട് പ്രൈസ് റിഗ്ഗിംഗ് ആണ്. പ്രൈസ് റിഗ്ഗിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് when parties conspire to fix or inflate prices to achieve higher profits at the expense of the consumer is known as price fixing or collusion. Price rigging can take place in any industry and is usually illegal. അതായത് പ്രൈസ് റിഗ്ഗിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്, പാർട്ടീസ് പ്രൈസിനെ കൂട്ടി കാണിക്കുകയാണ്, ഈ പ്രൈസ് ഫിക്സ് ചെയ്യാണ്, കൂടിയ പ്രൈസ് ഫിക്സ് ചെയ്യണം അവർക്ക് ഹയർ പ്രോഫിറ്റ് കിട്ടാനായിട്ട്. ഇപ്പൊ കൺസ്യൂമറിന് എന്ത് ചെയ്യണം, അവരുടെ എക്സ്പെൻസുകൾ കൂട്ടിക്കൊണ്ട് ഇവർക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ട് ഒരു ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് പ്രൈസ് റിഗ്ഗിംഗ് എന്ന് പറയുന്നത്. അത് ഇൻഡസ്ട്രീസിൽ നടക്കുന്ന യൂഷ്വലി ഇല്ലീഗൽ പ്രാക്ടീസസ് ആണ്. അവിടെയും നമുക്ക് ഹോം മാർക്കറ്റ്, ഇന്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഡിസ്റ്റിങ്ഷനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ പ്രൈസ് റിഗ്ഗിങ്ങും അല്ല. ഉറപ്പായിട്ടും നമുക്ക് ഏത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം? ഡംപിംഗ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 6. Which among the following is the best example of international cartels? ഇന്റർനാഷണൽ കാർട്ടൽസിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും ചോദ്യം വരുന്നതാണ്. ഒപേക് ആണോ, നാഫ്റ്റ ആണോ, സാർക്ക് ആണോ, ആസിയൻ ആണോ എന്നാണ്. ഉത്തരം ഒപേക് ആണ്. അപ്പോ ഇവിടെ ഒപേക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കാർട്ടൽ ആണ്. അതുപോലെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ട്രേഡ് ബ്ലോക്ക് ആണ്. നാഫ്റ്റ, സാർക്ക്, ആസിയൻ എന്നൊക്കെ പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് നടത്തുന്ന ട്രേഡ് ബ്ലോക്കുകളാണ്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി നോക്കാം. എന്താണ് കാർട്ടൽസ് എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. എന്താണ് ഇന്റർനാഷണൽ കാർട്ടൽസ്? International cartels are the agreements among companies or countries carrying out the same business but located in different countries in order to exert monopolistic competition. അതായത് ഈ ഇന്റർനാഷണൽ കാർട്ടൽസ് തന്നെ എഗ്രിമെന്റ് ആണ്. കുറച്ച് കമ്പനീസ് അല്ലെങ്കിൽ കൺട്രീസ് തമ്മിൽ സെയിം ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അവർ ചിലപ്പോൾ ഡിഫറെന്റ് കൺട്രീസിലായിരിക്കും. അപ്പൊ അവർക്ക് ഒരുമിച്ച് ചേർന്ന് ഒരേ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നവർക്ക് കോമ്പറ്റീഷൻ കുറയ്ക്കാൻ, മറ്റുള്ളവരിൽ നിന്നുള്ള കോമ്പറ്റീഷൻ കുറയ്ക്കാനായിട്ട്, അവർക്കൊരു മൊണോപ്പൊളി എക്സേർട്ട് ചെയ്യാനായിട്ട് അവർ ഫോം ചെയ്യുന്ന എഗ്രിമെന്റിനെയാണ് ഇന്റർനാഷണൽ കാർട്ടൽസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കാർട്ടൽസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഒപേക്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഒപേക് ഇത് നമ്മുടെ ക്യുവൈറ്റ്, ഖത്തർ പോലുള്ളതാണ് ഇതിനകത്ത് പെടുന്നത്, ഈ കൺട്രീസിൽ പെടുന്നത്. ദെൻ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനും ഇതുപോലുള്ള ഒരു ഇന്റർനാഷണൽ കാർട്ടലാണ്. ഇന്റർനാഷണൽ കാർട്ടലിന്റെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട് എക്സാമിനൊക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7. Japan sells its electronic products at a high price in Japan and sells the same product consistently at low prices in the USA and India. Identify the type of dumping. ജപ്പാന് അവരുടെ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഹൈ പ്രൈസസിലാണ് ജപ്പാനിൽ വിൽക്കുന്നത്. അതേസമയം ആ സെയിം പ്രോഡക്റ്റ് അവരെ ലോവർ പ്രൈസിലാണ് USA-യിലോ ഇന്ത്യയിലോ ഒക്കെ കൊടുക്കുന്നത്. ഇത് ഏത് ടൈപ്പ് ഓഫ് ഡംപിംഗ് ആണെന്നാണ്. അപ്പൊ ഡംപിങ്ങിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. ഡംപിംഗ് എന്താണ്? നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ ലോ പ്രൈസ് കൊടുക്കുന്നു, ഹോം മാർക്കറ്റിൽ നമ്മൾ ഹൈ പ്രൈസിൽ വിൽക്കുന്ന സാധനം, അതിനെയാണ് നമ്മൾ ഡംപിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പല ടൈപ്സ് ഓഫ് ഡംപിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് പെർസിസ്റ്റന്റ് ഡംപിംഗ് ആണ് ഇതിന്റെ ഉത്തരം. ഓപ്ഷനിൽ റിവേഴ്സ് ഡംപിംഗ് ഉണ്ട്, പ്രിഡേറ്ററി ഡംപിംഗ് ഉണ്ട്, സ്പൊറാഡിക് ഡംപിംഗ് ഉണ്ട്. പക്ഷെ ആൻസർ എന്താണ്? നമ്മുടെ പെർസിസ്റ്റന്റ് ഡംപിംഗ് ആണ്. അപ്പൊ നമുക്ക് ആ ടൈപ്സ് ഓഫ് ഡംപിങ്ങിനെ പറ്റിയിട്ടൊന്ന് ക്ലിയർ ആയിട്ട് നോക്കി വെക്കാം. ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആയിട്ട് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഡംപിംഗ് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം, വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ആദ്യത്തത് പ്രിഡേറ്ററി ഡംപിംഗ് ആണ്. പ്രിഡേറ്ററി ഡംപിംഗ് എന്ന് പറയുമ്പോൾ when a company intentionally adopt unethical practice to create unfair competition. അൺഎത്തിക്കൽ പ്രാക്ടീസുകൾ എടുത്ത് അൺഫെയർ കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നതിനാണ് പ്രിഡേറ്ററി ഡംപിംഗ് എന്ന് പറയുന്നത്. ഒരിക്കലും അതല്ല ജപ്പാൻ ചെയ്യുന്നത്. പ്രിഡേറ്ററി ഡംപിംഗ് അല്ല ആൻസർ. അതിനുശേഷം ഇന്റർമീഡിയറ്റ് ആൻഡ് പെർസിസ്റ്റന്റ് രണ്ടും ഒരുപോലെ വരുന്നത് കൊണ്ടാണ് അവിടെ ആൻഡിട്ട് പറയുന്ന പെർസിസ്റ്റന്റ് ഡംപിംഗ് എന്നും അതുപോലെ ഇന്റർമീഡിയറ്റ് ഡംപിംഗ് എന്നും കാണാറുണ്ട്. Foreign producers reduce prices in the foreign market without altering the prices in their home country. ഹോം കൺട്രിയിൽ ഒരു ഓൾട്ടറേഷനും ചെയ്യാതെ തന്നെ
നമ്മുടെ ഫോറിൻ മാർക്കറ്റിൽ പ്രൈസ് കുറച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർസിസ്റ്റന്റ് ഡംപിങ് എന്ന് പറയുന്നത്. അതാണ് ജപ്പാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഉത്തരം പെർസിസ്റ്റന്റ് ഡംപിങ് വന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, സ്പൊറാഡിക് ഡംപിങ്. സ്പൊറാഡിക് ഡംപിങ് എന്ന് പറയുമ്പോൾ കമ്പനീസ് ഡംപ് എക്സസ് അൺസോൾഡ് ഇൻവെന്ററി ടു അവോയ്ഡ് ദ പ്രൈസ് വാർസ് ഇൻ ദ ഹോം മാർക്കറ്റ് ആൻഡ് പ്രിസർവ് ദെയർ കോമ്പറ്റീറ്റീവ് പൊസിഷൻ. They can either dump by destroying excess supplies or export them to a foreign market where the products are not sold. അൺസോൾഡ് ഇൻവെന്ററി ഒരുപാട് വന്നു, വിൽക്കാതെ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോം മാർക്കറ്റ് തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ കോമ്പറ്റീറ്റീവ് പൊസിഷൻ അവർക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല. ചീപ്പായിട്ട് കിട്ടുന്ന ഒന്നായിട്ട് മാറും അത് അവിടെ. നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഇതിന് എന്ത് ചെയ്യണം, ഇതിന്റെ എക്സസ് സപ്ലൈ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫോറിൻ മാർക്കറ്റിൽ, ഇത് ആവശ്യമില്ലാതെ സോൾഡ് ചെയ്യാത്ത ഒരു ഫോറിൻ മാർക്കറ്റിലോട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. എക്സസ് ആയിട്ട് അൺസോൾഡ് ഇൻവെന്ററി വന്നു കഴിഞ്ഞാൽ ഈ പ്രൈസ് വാർസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ചെയ്യുന്നതാണ് ഇത് സ്പൊറാഡിക് ഡംപിങ്. എക്സസ് വന്നാൽ മാത്രമേ ഈ ഒരു കാര്യം അവർ ചെയ്യുന്നുള്ളൂ. അടുത്തതായിട്ട് റിവേഴ്സ് ഡംപിങ് ആണ്. റിവേഴ്സ് ഡംപിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഹാപ്പൻ വെൻ ദ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ഈസ് ലെസ് ഇലാസ്റ്റിക്. ഫോറിൻ മാർക്കറ്റിൽ വലിയ ചെലവില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് ചേഞ്ചസ് ഡു നോട്ട് ഇമ്പാക്ട് ദ ഡിമാൻഡ്. പ്രൈസും ഡിമാൻഡും തമ്മിൽ എലാസ്റ്റിക് അല്ല, ലെസ് എലാസ്റ്റിക് ആണ്. അത് മാറുന്നില്ല, പ്രൈസ് മാറുന്നതിനനുസരിച്ച് ഡിമാൻഡിൽ ചേഞ്ച് ഒന്നും അധികം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ കമ്പനി ക്യാൻ ചാർജ് എ ഹയർ പ്രൈസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ആൻഡ് ലോ പ്രൈസ് ഇൻ ദ ലോക്കൽ മാർക്കറ്റ്. അങ്ങനെ വെച്ചപ്പോൾ റിവേഴ്സ്, നമ്മൾ ഡംപിങ്ങിന്റെ റിവേഴ്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഫോറിൻ മാർക്കറ്റിൽ ലോയും ലോക്കൽ മാർക്കറ്റിൽ ഹൈയും ആണ് ഡംപിങ്ങിൽ ചെയ്യുന്നത്. പക്ഷേ ഡിമാൻഡ് ലെസ് ഇലാസ്റ്റിക് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ചെയ്യാം. ഹൈ പ്രൈസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ആൻഡ് ദ ലോ പ്രൈസ് ഇൻ ദ ലോക്കൽ മാർക്കറ്റ്. അങ്ങനെ തിരിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് ഡംപിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിരിക്കും എല്ലാവർക്കും. ആൻഡ് ദ 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് IMF വാസ് ഫൗണ്ട് ഇൻ ദ ഇയർ. IMF-നെ പറ്റിയിട്ടും IBRD-യെ പറ്റിയിട്ടും അവരുടെ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷങ്ങളും അതുപോലെ തന്നെ ഓരോന്നും ഓപ്പറേഷണൽ ആയ വർഷങ്ങളും ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം IMF IBRD ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോക്കാതെ പോകരുത്. IMF ഫൗണ്ട് ചെയ്തത് 1900, 1924, 1934, 1944. ഏത് വർഷത്താണ് IMF ഫൗണ്ട് ചെയ്തത്? എല്ലാവർക്കും എളുപ്പമായിരിക്കും, നമ്മളത് ഒരിക്കലും മറന്നു പോകരുത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4, 1944-ലാണ് IMF ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട IMF-നെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പറഞ്ഞു പോവുക. IMF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് IMF എന്ന് പറയുന്നത്. നമ്മുടെ ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ് നടന്നു. ആ കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് ട്വിൻ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും അതുപോലെ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് IBRD-യും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഫിനാൻഷ്യൽ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് 2 ട്വിൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപം കൊണ്ടു. അതിലൊന്ന് IMF, ഒന്ന് IBRD-യും ആണ്. രണ്ടിന്റെയും ഫുൾ ഫോം മറന്നു പോകരുത്. ഈ IBRD നമുക്ക് വേൾഡ് ബാങ്ക് എന്ന് പോപ്പുലർലി നോൺ ചെയ്യുന്നു. ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. IMF, IBRD, വേൾഡ് ബാങ്ക്. ട്വിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണെന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് നടന്നു. ബ്രിട്ടൻ വുഡില് ആണ് ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ IMF-ന് ഒറ്റയ്ക്ക് പല കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഈ റീകൺസ്ട്രക്ഷൻ, ഈ കൺട്രിയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ IBRD-യും കൂടെ വരുന്നത്. അപ്പൊ അത് 5th December 1944-നാണ് ആ IBRD-യുടെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത്. 9th question, devaluation is resorted to. Devaluation. അപ്പൊ devaluation എന്തിനാണ്? Encourage import, encourage export, give more value to the home currency, give lesser value to the home currency. ഉത്തരം encourage export ആണ്. എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവാലുവേഷൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിന് ഡിസിക്വിലിബ്രിയം വരുമ്പോൾ ആ ഡിസിക്വിലിബ്രിയത്തിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു മെഷേഴ്സിലാണ് നമ്മുടെ ഡിവാലുവേഷൻ പെടുന്നത്. അപ്പൊ അതിനകത്ത് ഓട്ടോമാറ്റിക് മെഷേഴ്സ് ഉണ്ട്, ഡെലിബറേറ്റ് മെഷേഴ്സ് ഉണ്ട്.
അപ്പൊ അതിൽ ഓട്ടോമാറ്റിക് മെഷേഴ്സ് തന്നെ നമ്മുടെ ഡീവാലുവേഷൻ പറയുന്നുണ്ട്. അതായത് നമുക്ക് വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി എന്ന് പറയുന്നത് ഡീവാല്യൂ ചെയ്യാം. അഗെയിൻസ്റ്റ് ദ ഫോറിൻ കറൻസി ഓട്ടോമാറ്റിക്കലി തന്നെ ഡീവാല്യൂ ചെയ്യുന്നുണ്ട്. ഹോം കറൻസി വാല്യൂ കുറയുന്നുണ്ട് അക്കോർഡിംഗ് ടു ഫോറിൻ കറൻസി വെച്ച് നോക്കുമ്പോൾ. കാരണം നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് പൊസിഷനിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക് മെഷേഴ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഡീവാലുവേഷൻ. അല്ലാതെ ഡെലിബറേറ്റ്ലി നമുക്ക് അങ്ങനെ ചെയ്യാം. കറൻസിയെ നമുക്ക് ഡീവാല്യൂ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഡീവാല്യൂ ചെയ്യുന്നത്? നമ്മുടെ ഇമ്പോർട്ടുകൾ കുറയ്ക്കാനും എക്സ്പോർട്ടുകൾ കൂട്ടാനുമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇമ്പോർട്ട് കോസ്റ്റ്ലി ആയി മാറും. നമ്മൾ കറൻസി ഡീവാല്യൂ ചെയ്യുമ്പോൾ ഇമ്പോർട്ടുകൾ കോസ്റ്റ്ലി ആയിട്ട് മാറും. കാരണം ഇമ്പോർട്ട് ചെയ്യുന്ന ആളിന് ഡൊമസ്റ്റിക് കറൻസി കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലെ? ഇത്ര സെയിം ക്വാണ്ടിറ്റി മുമ്പേ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനം തന്നെ, പക്ഷെ മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നതിനെക്കാട്ടിയും കൂടുതൽ ഡൊമസ്റ്റിക് കറൻസി അയാൾക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഇമ്പോർട്ടുകൾ കോസ്റ്റ്ലി ആയി മാറുന്നു. അതേസമയം എക്സ്പോർട്ടുകളോ ഡീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഫോറിൻ കൺട്രീസിന് ഇത് ചീപ്പായിട്ട് തോന്നും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? കൂടുതൽ എക്സ്പോർട്ട് ചെയ്യും. കൂടുതൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് എന്ത് ചെയ്യും? സെയിം എമൗണ്ട് ഓഫ് കറൻസിയിൽ അവർക്ക് ചീപ്പായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ അവർ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെ എക്സ്പോർട്ടുകൾ കൂട്ടാനും ഇമ്പോർട്ടുകൾ കുറയ്ക്കാനുമാണ് നമ്മൾ ഡീവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ഇത് ഡെലിബറേറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെ വരാറുണ്ട്. പേയ്മെന്റ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ ഡെഫിസിറ്റിലേക്ക് എത്തും. അപ്പൊ എക്സ്പോർട്ട് എൻകറേജ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡീവാലുവേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ സെക്ഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ 10th ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് enables Indian investors to make investment in foreign companies. ഫോറിൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ ഇനേബിൾ ചെയ്യുന്നത് ഇതിലേതാണെന്നാണ്? ADR, IDR, GDR, ഓപ്ഷൻ. ADR, IDR, GDR ഒക്കെ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സുകളാണ്. അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, അതുപോലെ ഓപ്ഷൻ. ഇതിൽ ഏതിനെയാണ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പറ്റുന്നത് ഫോറിൻ കമ്പനീസിൽ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് IDR ആണ്. ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആണ്. ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് നമ്മുടെ ഇന്ത്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ഫോറിൻ കമ്പനീസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. IDR എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡെപ്പോസിറ്ററി റെസിപ്റ്റുകളൊക്കെ നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ IDR എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ഇന്ത്യൻ റുപ്പീസിലാണ് ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്താണ് അതായത് ഓവർസീസുകാർക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റ് കൂടെയാണ്. ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റുകളെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. പക്ഷെ ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അടുത്ത നമ്മുടെ GDR വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ കമ്പനീസിന് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസ് മാത്രമേ നമുക്ക് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് വഴി കിട്ടത്തുള്ളൂ. ഇതിൽ ഫോറിൻ കറൻസിയിലായിരിക്കും ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. GDR ഇന്ത്യൻ കമ്പനീസിന് ഫോറിൻ ഫണ്ടുകൾ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് GDR എന്ന് പറയുന്നത്. അടുത്ത ADR അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ US ഡോളേഴ്സിലായിരിക്കും അവർ ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. പിന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്. നമുക്ക് ഒരു അസറ്റ് എന്ത് ചെയ്യാൻ പറ്റും? അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോക്കോ ഷെയറോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഗ്രീഡ് പ്രൈസിൽ ഫ്യൂച്ചറിൽ വാങ്ങാനായിട്ട് നമ്മൾ എഗ്രി ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷനിൽ 2 പാർട്ടീസ് കാണും, വാങ്ങുന്ന ആള് വിൽക്കുന്ന ആള്. അതുകൊണ്ട് തന്നെ പുട്ട് ഓപ്ഷൻ എന്നും കോൾ ഓപ്ഷൻ എന്നും പറയും. ഓപ്ഷൻ ടു ബൈ ആണ് കോൾ ഓപ്ഷൻ, ഓപ്ഷൻ ടു സെല്ലിന് പുട്ട് ഓപ്ഷൻ എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസിൽ വന്നതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ IDR ആണ്. അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യന്റെയും ഓപ്ഷൻസ് പഠിക്കുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പല പുതിയ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമുക്ക് പല ക്വസ്റ്റ്യൻസും വീണ്ടും നമുക്ക് എന്താണ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കുകയാണ്. അപ്പം ആരും തന്നെ എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിച്ചൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാതെ എക്സാം അറ്റൻഡ് ചെയ്യരുത്. അപ്പൊ എല്ലാ ആസ്പിരൻസിനും ഓൾ ദി ബെസ്റ്റ്. Thank you for listening the class.